ഹായ്, അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ മൺചട്ടി എങ്ങനെ കറി വെക്കാൻ പാകത്തിന് മയക്കിയെടുക്കാമെന്ന് നോക്കാം. ഒത്തിരി പേർക്ക് അറിയാവുന്നത് തന്നെ ആയിരിക്കും, എന്നാലും പുതിയതായിട്ട് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത് കേട്ടോ. ഒരുപാട് രീതിയിൽ ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു രീതിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു പുതിയ ചട്ടി എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ മയക്കിയെടുക്കാമെന്ന് കാണിക്കാം. അപ്പോൾ ചട്ടി മയക്കിയെടുക്കാൻ നമുക്ക് വേണ്ടത് കുറച്ച് കഞ്ഞിവെള്ളമാണ്. ഇതിപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എടുത്ത വെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളത്തിന് ചെറിയൊരു ചൂടുണ്ടാവണം, ഒത്തിരി തണുത്തു പോകരുത്. തിളയ്ക്കുന്ന ചൂട് വേണ്ട, എന്നാലും ചെറുതായിട്ടെങ്കിലും ഒരു ചൂട് വേണം. എന്നാലേ നമ്മൾ ചട്ടിയിൽ ഒഴിച്ചു വയ്ക്കുമ്പം അതിൻ്റെ ആ മണ്ണിൻ്റെ ചുവയൊക്കെ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വെള്ളം ചട്ടിയിലോട്ട് ഒഴിച്ചു വയ്ക്കാം. ചട്ടിയിൽ ഫുള്ള് നിറയെ ഒഴിക്കണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ പുറത്തേക്ക് തൂകിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ജസ്റ്റ് ഒരു ബേസിനകത്തോട്ട് എടുത്തു വെക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലൊരു ബേസിൻ എടുക്കുക, എന്നിട്ട് അതിനകത്തോട്ട് ഈ ചട്ടി ഇങ്ങനെ എടുത്തു വയ്ക്കുക. എന്നിട്ട് കൂടുതൽ നല്ലോണം വെള്ളം അങ്ങ് ഒഴിച്ചാൽ മതി. കഞ്ഞിവെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിക്കുക കേട്ടോ. കട്ടിയുള്ള കഞ്ഞിവെള്ളം ആയിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം, സാധാ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ഇത് പുറത്തേക്കൊക്കെ തൂകിയാലും ആ ബേസിൽ തന്നെ നിൽക്കും. ഇന്നിപ്പോൾ രാവിലെ ഞാനിത് ഒഴിച്ചു വെച്ചു. ഇനി ഇത് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ. അടുത്ത ദിവസം നാളെ രാവിലെ കഞ്ഞിവെള്ളം എടുത്തു കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന വെള്ളം കളഞ്ഞിട്ട് പുതിയ കഞ്ഞിവെള്ളം ഇതിനകത്തേക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു വെക്കാം. അങ്ങനെ 2 അല്ലെങ്കിൽ 3 ദിവസം ഇതുപോലെ തന്നെ ഒഴിച്ചു വെക്കണം. ഞാൻ സാധാരണ 3 ദിവസം വെക്കും, പക്ഷെ 3ാമത്തെ ദിവസം രാവിലെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഞാനത് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും 3 ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് കാണിക്കാം. അപ്പോൾ ഞാൻ ചട്ടിയിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഇപ്പോൾ 3 ദിവസമായി. ഇന്ന് 3ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒഴിച്ചു വെച്ചതാണ്. ഇപ്പോൾ വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വെള്ളം കളഞ്ഞ് ചട്ടി വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, നിങ്ങൾ ഓരോ ദിവസവും രാവിലെ ഈ ഇരിക്കുന്ന കഞ്ഞിവെള്ളം കളയുന്ന സമയത്ത് ചട്ടി നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് വേണം പുതിയ കഞ്ഞിവെള്ളം ഒഴിച്ചു വെക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ താഴെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പാട പോലെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ രാവിലെ ഒഴിച്ചു വെച്ചതായതുകൊണ്ടാണ് അതിനകത്ത് പാട പിടിക്കാത്തത്. ഒരു ദിവസം ഫുൾ ഒഴിച്ചു വയ്ക്കുമ്പോൾ അടുത്ത ദിവസം ആകുമ്പോൾ അതിനകത്ത് ചെറിയതായിട്ട് ഇങ്ങനെ പാടയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അത് ജസ്റ്റ് സോപ്പൊന്നും ഇടണ്ട, ഒരു സ്ക്രബ് വെച്ചിട്ട് ഒന്ന് കഴുകിയിട്ട് വേണം പുതിയ വെള്ളം ഒഴിച്ചു വയ്ക്കാൻ. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇത് കുറച്ച് സോപ്പ്, ഒത്തിരി വേണ്ട, ചെറുതായിട്ട് സോപ്പിട്ട് നല്ലോണം അങ്ങ് കഴുകിയെടുക്കാം കേട്ടോ. ചെറിയൊരു സ്പോഞ്ചോ സ്ക്രബോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങ് പോകണം. അപ്പോൾ നന്നായി കഴുകിയെടുക്കാം. അകവും പുറവും ഒക്കെ കഴുകണം. പുറത്തും ആ കഞ്ഞിവെള്ളം പിടിച്ചിട്ടുണ്ട്, നമ്മൾ നന്നായിട്ട് തൂകിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ പുറമേയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് അങ്ങ് കഴുകിക്കളയാം. ചട്ടി നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. ഇതിൻ്റെ ഈർപ്പം ഫുള്ള് മാറി ഇത് നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇപ്പം ഈ ചട്ടയുടെ ഈർപ്പം എല്ലാം മാറി അത് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും എണ്ണ മതി കേട്ടോ, ഒരല്പം, ഇത്രയും മതി. ഇനി ഈ ചട്ടി ഒന്ന് ചുറ്റിച്ച് എണ്ണ ജസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഒരു ചെറിയ സവോളയുടെ പകുതി, അത്രയും മതി. സവോളയ്ക്ക് അങ്ങനെ അളവേ ഇല്ല കേട്ടോ. എത്ര കുറച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം, എത്ര കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. ഈ സവോള നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. ഇത് ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് മീൻ കറിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് സവോള നല്ലതായിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചട്ടി നല്ലതായിട്ട് റെഡിയായി കിട്ടും, നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് പാകത്തിന് ആയി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സവോള ഇട്ടാൽ മതി, കാരണം ഇത് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും 3-4 മിനിറ്റ് നമുക്കിതിങ്ങനെ ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം വഴറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ആ ചട്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കുറച്ചിങ്ങനെ പഴകിയ പോലെ ആയിട്ടില്ലേ. ഇത് മതി, ഇങ്ങനെയാണ് വേണ്ടത്. ആ ഒരു ബ്രൗൺ കളർ പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ നല്ല ചൂടാണിപ്പോൾ. ചൂട് മാറിക്കഴിഞ്ഞിട്ട് ഈ സവോളയൊക്കെ കളഞ്ഞ് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ ചട്ടി നന്നായിട്ട് തണുത്തു. ഇനി ഈ സവോള ഞാൻ കളയുവാണ് കേട്ടോ.
ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ചട്ടി നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി ഒരു ടവലോ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ച് തുടച്ച് ഇതിൻ്റെ ആ വെള്ളം എല്ലാം അങ്ങ് തുടച്ചെടുക്കാം. ഇതിങ്ങനെ തുടയ്ക്കണമെന്നില്ല കേട്ടോ. വെയിലുണ്ടെങ്കിൽ പുറത്തുകൊണ്ട് വെച്ച് ഉണക്കിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എല്ലാവർക്കും അത് പറ്റണമെന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തുടച്ച് അതിൻ്റെ ആ ഒരു ഈർപ്പം അങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ അതേ ചട്ടി ഇതുപോലെ വീണ്ടും നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കാം. അകത്തും പുറത്തും ഒക്കെ നന്നായിട്ട് അങ്ങ് തേച്ച് വെക്കാം. അപ്പോൾ ഇത് റെഡിയായി. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചതിൻ്റെ 3-ാമത്തെ ദിവസം വൈകിട്ടാണ് അത് വൃത്തിയാക്കി ഇതുപോലെ എണ്ണ തേച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അടുത്ത ദിവസം മുതൽ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.